കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു വിഷൻ ബോർഡ് മേക്കിംഗ് വീഡിയോ ആണ്. ഈ വിഷൻ ബോർഡൊക്കെ 2025 സ്റ്റാർട്ടിൽ കുറേ പേരുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കും ഉണ്ടാക്കാൻ പൂതിയുണ്ടായിരുന്നു, പക്ഷേ എക്സാമും അങ്ങനെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും വെക്കേഷനായി, ടൈം കിട്ടിയപ്പോൾ ചെയ്യാൻ വിചാരിച്ചാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഗോൾസും കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ആ ഒരു ഗോൾസായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തു. പിൻട്രസ്റ്റിലാണെങ്കിൽ വിഷൻ ബോർഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ കുറേ മോഡൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ നോക്കി, എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാനൊരു ബിഗിന്നറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വിഷൻ ബോർഡൊക്കെ ചെയ്യുന്നത്. ഞാനിതിനു മുമ്പ് ഇങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. അങ്ങനെ കണ്ട വീഡിയോസിന് എന്തൊക്കെയൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെ അതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി ഡൗൺലോഡാക്കിയ ഫോട്ടോസൊക്കെ പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്തിട്ട് പ്രിൻ്റ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കണമെന്നില്ല. ക്യാൻവ പോലത്തെ ആപ്പിലൊക്കെ വിഷൻ ബോർഡ് പോലെ സെറ്റ് ചെയ്യാനുള്ള കൊളാഷും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് വിഷൻ ബോർഡിനല്ലാത്ത കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കാൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. A3 ഷീറ്റിക്ക് കുറേ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തൊക്കെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയും ഇതേപോലത്തെ ഒരു ബ്രൗൺ കാർഡ്ബോർഡ് ഷീറ്റിക്കാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വോളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കബോർഡിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും അത് കാണുമ്പം നമുക്ക് അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ നമ്മളെ മൈൻഡിൽ തന്നെ വരുന്നത്. ഇതൊക്കെ ഞാൻ കണ്ട വീഡിയോസിൽ ഒരു പറയണൊക്കെ കേട്ട് പറയണം കേട്ടോ. എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഫോട്ടോസ് ഈ ഒരു കാർഡ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് തന്നെ അത്യാവശ്യം ടൈം പോയിട്ടുണ്ടായിരുന്നു, കാരണം എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടും ഒരു വൃത്തി കിട്ടണില്ല. പിന്നെ നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്താലേ പിന്നെ ഇതിമൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഇഷ്ടപ്പെടാതെ ചെയ്താൽ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ആവും. അങ്ങനെ കുറേ ടൈമൊക്കെ വെച്ച് അത് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഫൈനലി എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡൽ കൺഫേം ചെയ്തു. പിന്നെയാണ് സ്റ്റിക്ക് ചെയ്യണത്. പക്ഷേ സ്റ്റിക്ക് ചെയ്യണ ഇടയിലും പിന്നെ ഞാൻ ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്, എങ്ങനെയാണ് രസം എന്നുള്ളതൊക്കെ. ഈ ഒരു വിഷൻ ബോർഡിൽ ഞാൻ എൻ്റെ എല്ലാ ഗോൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ കാലം വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗോളും, അതേപോലെ ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക സ്കിൻ കെയർ ചെയ്യണം, അതൊക്കെ ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൊണ്ടൊക്കെ കുറച്ച് കാലം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ലോങ് ഗോൾസും അതേപോലെ ഷോർട്ടായിട്ടുള്ള ഗോൾസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പെട്ട ഒരു ഷോർട്ടാണെന്ന് എനിക്ക് തോന്നിയൊരു ഗോളാണ് ഈ ഒരു 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ ഗോളിന് ഞാൻ മാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ പോരാ, നിങ്ങളും കൂടി വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് എൻ്റെ ആ ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് തരാം. അതായത് 1K സബ്സ്ക്രൈബേഴ്സ് ഞാൻ വളരെ കുറച്ച് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അപ്പം അത് നിങ്ങൾ സെറ്റാക്കി തരുമെന്ന് ഞാൻ വിചാരിക്കണം. വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ഇത് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിലുള്ള വോളിലാണ് സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ഇത് സ്റ്റിക്ക് ചെയ്യില്ല എന്ന് എനിക്കും അറിയാം, കാരണം ഇത് എൻ്റെ റൂമല്ല, ഇത് ഞങ്ങൾ യൂസ് ചെയ്യാത്തൊരു ഓഫീസ് റൂമാണ്. അപ്പോൾ അവിടെ വോളിലൊന്നും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മയക്കൂല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കബോർഡിലാണ് സ്റ്റിക്ക് ചെയ്യണത്. കബോർഡായാലും നമ്മൾ എപ്പോഴും കാണുമല്ലോ, കാരണം എപ്പോഴും നമ്മൾ ആവശ്യത്തിന് വേണ്ടി തുറക്കണ ഒരു ഡോർമ തന്നെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വിഷൻ ബോർഡ് മേക്കിംഗ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.